വർഗീയവാദി പാർട്ടി BJP ആണ് വർഗീയവാദി പാർട്ടി? ആരാണ് ഇവിടെ ആന്റി സെക്യുലർ വിശ്വസിക്കുന്ന പാർട്ടി? ജമാഅത്ത് ഇസ്ലാമി അല്ലേ? അതിനെക്കുറിച്ച് ചോദിക്കൂ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു, ഒരു വായന നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന അല്ല. ഇതാണ് ചോദിക്കേണ്ടത്. അവര് ജയിലിൽ പോയില്ലെന്നോ, അവര് കേസ് ഫയൽ ചെയ്തതിന് ലെഫ്റ്റും കോൺഗ്രസും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാ അവരെ കേസ് ഫയൽ ചെയ്യുന്നത്? കർണാടകയിലെ SDPIന്റെ കേസ് 100 കൂടുതൽ കേസ് സിദ്ധരാമയ്യ വിഡ്രോ ചെയ്തല്ലേ? ആരാണ് കേസ് ഫയൽ ചെയ്തത്? NIA. ലോ ആൻഡ് ഓർഡർ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി സതീശന്റെയോട് ചോദിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കി ചോദിക്കണം. അത് നിങ്ങൾ ന്യായീകരിക്കുകയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ അതിന് വിമർശിക്കാൻ പോകുന്നില്ല, തർക്കിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ന്യായീകരിക്കുകയാണെങ്കിൽ ഒരു പാർട്ടി ഓപ്പൺലി പറയുന്നു, ഒരു ഓർഗനൈസേഷൻ ഉമ്മൻചാണ്ടി എന്തിനാണ് 2018 പറഞ്ഞ് ഇതൊരു ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആണെന്ന്? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ വിദ്വാനല്ലേ, ഒരു ക്രെഡിബിൾ ലീഡർ അല്ലേ? എന്തോ ഒരു കേസില് ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച്. അത് ഞാൻ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടില്ല. ഉമ്മൻചാണ്ടി ഞാൻ കോടതിയിലല്ല എന്റെ ഒപ്പം ഇങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് ന്യായീകരിക്കണമെങ്കിൽ ന്യായീകരിച്ചോളൂ, നിങ്ങളുടെ അവകാശമാണ്. അല്ല, അറിയാൻ വേണ്ടി ഞാൻ ഇരുന്ന് പറഞ്ഞുതരാം. ഇതൊരു പ്രസ് കോൺഫറൻസിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊരു ഓർഗനൈസേഷൻ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നു. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആന്റി സെക്യുലറും ആന്റി കോൺസ്റ്റിറ്റ്യൂഷനും ആന്റി ഡെമോക്രസി പാർട്ടിയാണ്. ഇതാണ് സത്യം. താങ്ക് യു.